വിവാദങ്ങൾക്കൊടുവിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് സെപ്റ്റംബർ 6 നടക്കുമെന്ന് പ്രസിഡന്റ് നിസാർ തളങ്കര അറിയിച്ചു. ഈ മാസം 27 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങും. ഒരിക്കൽ വോട്ടെടുപ്പോളമെത്തി മാറ്റിവെച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതി തെരഞ്ഞെടുപ്പാണ് വീണ്ടും നടക്കുന്നത്. കാലാവധി കഴിഞ്ഞ് 9 മാസത്തോളമാകുമ്പോഴാണ് ഭരണസമിതിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ്. ഈ മാസം 23-നും 24-നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-ന് രാത്രി 8 മണിയോടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. 25-ന് ശനിയാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അന്നു രാത്രി തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. സെപ്റ്റംബർ 6-ന് രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ജനറൽ ബോഡി യോഗം ചേർന്ന ശേഷമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അന്ന് വൈകിട്ട് 5 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുകയും രാത്രിയോടെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. കഴിഞ്ഞ മെയ് 17-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. അവസാന നിമിഷം വോട്ടെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. നിലവിലെ പ്രസിഡന്റ് നിസാർ തളങ്കര നേതൃത്വം നൽകുന്ന മുന്നണിയും മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം നേതൃത്വം നൽകുന്ന മുന്നണിയുമാണ് അന്ന് മത്സരരംഗത്തുണ്ടായിരുന്നത്. മാത്തുക്കുട്ടി കടോൺ നേതൃത്വം നൽകുന്ന മറ്റൊരു മുന്നണി കൂടി ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.